ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. ഇത്തവണ ഭോജരാജാവിനോട് സംസാരിച്ചത് സിംഹാസനത്തിലെ 14ാമത്തെ പ്രതിമ രോഹിണിയാണ്. ഭോജരാജൻ, കഥകൾ ഇനിയും ഏറെയുണ്ട്. കേൾക്കാൻ അങ്ങേക്ക് കൗതുകമുണ്ടെങ്കിൽ ഞാനും ഒരു കഥ പറയാം. പറയൂ. ഭോജരാജാവ് ഏറെ സന്തോഷത്തോടെ രോഹിണിയെ നോക്കി. രോഹിണി പറഞ്ഞു തുടങ്ങി. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കാട് 6 മാസക്കാലം. അദ്ദേഹം രാജ്യഭാരം ഭട്ടിയെ ഏൽപ്പിച്ച് വനത്തിലൂടെ യാത്ര ആരംഭിച്ചു. കാഴ്ചകൾ കണ്ടു നടന്ന് സായാഹ്നമായപ്പോൾ അദ്ദേഹം തളർന്ന് ഒരു മരച്ചുവട്ടിലിരുന്നു. ആ മരത്തിന് മുകളിൽ ചിരഞ്ജീവി എന്നു പേരുള്ള ഒരു പക്ഷി ജീവിച്ചിരുന്നു. വൃദ്ധനായ ആ പക്ഷിയെ നോക്കിയിരുന്നത് മക്കളായിരുന്നു. രാവിലെ ഇര തേടാൻ പോകുന്ന അവർ വൈകിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ചിരഞ്ജീവിക്കുള്ള ഭക്ഷണവും കൊക്കിലുണ്ടാവും. പ്രായാധിക്യത്താൽ അന്ധനായ ചിരഞ്ജീവി പുറത്തെ വിശേഷങ്ങൾ ചോദിക്കും. അന്നും പതിവ് പടി മക്കൾ ചിരഞ്ജീവിക്കുള്ള ആഹാരവുമായി എത്തി. പക്ഷി അവരോട് ചോദിച്ചു, ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ. മനോഹരമായ എന്തെങ്കിലും കാഴ്ചകൾ നിങ്ങൾ അയൽനാടുകളിൽ കണ്ടുവോ? മക്കളിൽ ഒരാൾ പറഞ്ഞു, ഇല്ലച്ചാ, സന്തോഷം തരുന്ന കാഴ്ചകൾ ഒന്നും കാണാനായില്ല. പക്ഷേ എനിക്ക് ഏറെ ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവം കണ്ടു. എന്നാൽ അത് ഞങ്ങളോട് പറയൂ. ആരോടെങ്കിലും തുറന്നു പറയുമ്പോൾ നിന്റെ മനസ്സിലെ ദുഃഖമില്ലാതാവും. പക്ഷി പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വീരസിംഹൻ എന്ന ബ്രാഹ്മണനായിരുന്നു. എൻ്റെ കൂട്ടുകാരനായിരുന്ന ചക്രപാണിയെ ഇന്ന് ഞാൻ കണ്ടു. അവനാകെ ദുഃഖിതനായിരുന്നു. കാരണം വിചിത്രമാണ്. അവരുടെ ഗ്രാമത്തിൽ പതിവായൊരു രാക്ഷസനെത്തുന്നു. കണ്ണിൽ കാണുന്നവരെയെല്ലാം പിടിച്ചു തിന്നുന്നു. ഇത് പതിവായപ്പോൾ ജനങ്ങളെല്ലാം കൂടിച്ചേർന്ന് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു. രാക്ഷസനെ ഒരിക്കലും എതിർത്ത് തോൽപ്പിക്കാനാവില്ല എന്നവർക്കറിയാമായിരുന്നു. പിന്നെ എന്താണ് വഴിയെന്നവർ ആലോചിച്ചു. ഒടുവിൽ ഒരാശയം ഉരുത്തിരിഞ്ഞു. ദിവസവും ഒരാൾ വീതം രാക്ഷസന് ഭക്ഷണമാകാമെന്നും ബാക്കിയുള്ളവരെങ്കിലും സുരക്ഷിതരായിരിക്കുമല്ലോ എന്നും അവർ ചിന്തിച്ചു. അടുത്ത തവണ രാക്ഷസൻ വന്നപ്പോൾ അവർ ഏകകണ്ഠേന ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചു. രാക്ഷസൻ അത് സമ്മതിച്ചു. അന്നു മുതൽ നിത്യവും ഒരാൾ വീതം ഗ്രാമാതിർത്തിയിലെ ബലിക്കല്ലിൽ രാക്ഷസന് ബലിയാവുമായിരുന്നു. നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ ഊഴമാണ്. അവനാണ് ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. അവൻ്റെ അച്ഛന് ഒരേയൊരു മകൻ മാത്രമേ ഉള്ളൂ. അവൻ ഇല്ലാതാവുന്നതോടെ ആ കുടുംബം കണ്ണിയറ്റ് പോകും. അവൻ്റെ ഭാര്യ വിധവയുമാകും. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഇത് കേട്ട് ചിരഞ്ജീവി പറഞ്ഞു, മോനെ, മറ്റുള്ളവരുടെ ദുഃഖം നിൻ്റേതായി നിനക്ക് കാണാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത് വിധിയല്ലേ, നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അത് മറന്നേക്കൂ. മരത്തിന് താഴെ എല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു വിക്രമാദിത്യൻ. വിക്രമാദിത്യൻ ഈ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയപ്പോൾ പക്ഷി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അന്ന് ബലിയാവാൻ തയ്യാറായിരിക്കുന്ന ബ്രാഹ്മണനെ ചെന്ന് കണ്ടു. വിക്രമാദിത്യൻ പറഞ്ഞു, ഞാൻ ഉജ്ജയിനിയിൽ നിന്ന് വരികയാണ്. നിങ്ങളുടെ പഴയ സ്നേഹിതൻ വീരസിംഹൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. വിവരങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ കുടുംബം കണ്ണിയേറ്റ് പോകാതിരിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് പകരമായി ഞാൻ പോകാം. ഇത് കേട്ട് ചക്രപാണി അത്ഭുതപ്പെട്ടു. അല്ല, അങ്ങ് ആരാണെന്ന് പറയൂ. എൻ്റെ സ്നേഹിതൻ വീരസിംഹൻ മരിച്ചുപോയിട്ട് കുറച്ച് വർഷങ്ങളായി. അങ്ങ് എങ്ങനെയാണ് അവനുമായി സംസാരിച്ചത്? ഇത് കേട്ട് വിക്രമാദിത്യൻ ചിരിച്ചു. അങ്ങയുടെ സ്നേഹിതൻ ഇപ്പോൾ ഒരു പക്ഷിയായി പുനർജനിച്ചിട്ടുണ്ട്. ചിരഞ്ജീവി എന്ന മറ്റൊരു പക്ഷിയുടെ മകനായ അദ്ദേഹം അച്ഛനോട് പറയുന്നത് അവിചാരിതമായി ഞാൻ കേൾക്കാനിടയായി. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ നിങ്ങൾ ജീവനോടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഭയപ്പെടണ്ട, ഇന്ന് രാക്ഷസൻ്റെ ഭക്ഷണമായി ഞാൻ പോകാം. ബ്രാഹ്മണൻ്റെ അത്ഭുതം കൂടി വന്നു. ഉജ്ജയിനിയിൽ നിന്ന് തന്നെ സഹായിക്കാനായി വന്നിട്ടുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷയറിയാവുന്ന രാക്ഷസൻ്റെ ഭക്ഷണമാവാൻ തെല്ലും ഭയമില്ലാത്ത ഈ യോദ്ധാവ് സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ് തന്നെയാവുമെന്ന് അയാൾ ചിന്തിച്ചു. ഇതോടെ ഗ്രാമത്തിലെ രാക്ഷസൻ്റെ ശല്യം അവസാനിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു. വിക്രമാദിത്യന് മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അയാൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങ് വരുന്നതുവരെ ദേവി ഭദ്രകാളിയുടെ മുന്നിൽ ഞാൻ തപസ്സിരിക്കും.
ബ്രാഹ്മണനോട് യാത്ര പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യൻ ഗ്രാമാതിർത്തിയിലെ ബലിക്കലിലേക്ക് യാത്രയായി. അവിടെ എത്തിയ അദ്ദേഹം രാക്ഷസനെ പ്രതീക്ഷിച്ചിരുന്നു. അല്പസമയത്തിനകം കാടിളക്കി മറിച്ചുകൊണ്ടൊരു ഭീകരരൂപം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷമായി. വിക്രമാദിത്യൻ പുഞ്ചിരിയോടെ ആ രൂപത്തെ നോക്കി. തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു യോദ്ധാവിനെ കണ്ട് രാക്ഷസൻ അത്ഭുതപ്പെട്ടു. ഇന്നുവരെ അവിടെ വന്നിരുന്നവരുടെ കണ്ണുകളിൽ ഭയം മാത്രമേ കണ്ടിട്ടുള്ളൂ. ചിലരെല്ലാം അവൻ്റെ ഭീകരരൂപം കാണുമ്പോൾ തന്നെ തൽക്ഷണം മരിക്കുകയും ചെയ്യും. എന്നാൽ ഇയാളുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ കണിക പോലുമില്ല. മാത്രമല്ല, ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നു. രാക്ഷസൻ ചോദിച്ചു, യോദ്ധാവേ, നിനക്ക് ഭയമില്ലേ? അതോ ഭയന്ന് നിന്റെ സ്വബോധം നശിച്ചോ? മരണമാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോഴും വിക്രമാദിത്യൻ ചിരിച്ചു. രാക്ഷസൻ കൗതുകത്തോടെ ചോദിച്ചു, നീ ആരാണെന്ന് പറയൂ. നിങ്ങൾ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ ഭക്ഷണമാണ് ഞാൻ. വന്ന കാര്യം നിർവഹിച്ചിട്ട് പോയിക്കൊള്ളുക. ഇത് പറയുമ്പോഴും അയാളുടെ വാക്കുകളിൽ മരണഭയം തെല്ലുമില്ല എന്ന് കണ്ട് രാക്ഷസന്റെ ഭാവം മാറി. അയാൾ പറഞ്ഞു, അല്ലയോ ധീരനായ യോദ്ധാവേ, നീ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലായി. നിന്റെ ധൈര്യവും എനിക്കിഷ്ടമായി. നിന്നെ വെറുതെ വിടുന്നു ഞാൻ. ഒരു വരം ചോദിച്ചുകൊള്ളുക. വിക്രമാദിത്യൻ തെല്ലും മടി കൂടാതെ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ ഗ്രാമത്തിൻ്റെ മോചനമാണ്. ഇനി മുതൽ ഇവിടെയുള്ള ആളുകളെ നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല. ഇത് കേട്ട് രാക്ഷസന് വീണ്ടും കൗതുകമായി. മരണം മുന്നിൽ വന്നു നിൽക്കുമ്പോഴും പുഞ്ചിരിയോടെ അതിനെ നേരിടുകയും ഒരു വരം ലഭിക്കുമ്പോൾ തന്നെപ്പറ്റി ചിന്തിക്കാതെ ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കുകയും ചെയ്യുന്ന ഈ അപൂർവ വ്യക്തിത്വത്തിന് മുന്നിൽ നിൽക്കാൻ പോലുമുള്ള അർഹത തനിക്കില്ല എന്ന് രാക്ഷസന് മനസ്സിലായി. അയാൾ കൈകൾ കൂപ്പിക്കൊണ്ട് വിക്രമാദിത്യനെ നോക്കി. പ്രഭോ, അങ്ങയെപ്പോലെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങ് സാധാരണ മനുഷ്യനല്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും അങ്ങയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ വീമ്പ് പറയുന്നത് പോലും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേട്ട് വിക്രമാദിത്യൻ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. എൻ്റെ പേര് വിക്രമാദിത്യൻ എന്നാണ്. ഉജ്ജയിനിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ പേര് കേട്ടതോടെ രാക്ഷസൻ ഞെട്ടിപ്പോയി. അയാൾ തൻ്റെ ഭീകരരൂപം ചുരുക്കി മഹാരാജാവിൻ്റെ കാൽച്ചുവട്ടിൽ വന്നു നിന്നു. പ്രഭോ, തെറ്റുപറ്റിപ്പോയി. അങ്ങ് ആരാണെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചോദിച്ചു. അങ്ങേക്ക് ഞാൻ വരം നൽകേണ്ട കാര്യമില്ല. ആജ്ഞാപിച്ചാലും പ്രഭു, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. എനിക്ക് വേണ്ടത് ഈ ഗ്രാമത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിനുവേണ്ടി എൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി തന്നെയാണ് ഞാനിവിടെ എത്തിയത്. മഹാരാജാവിൻ്റെ മനസ്സ് കണ്ട രാക്ഷസൻ ഇനി ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുകൊടുത്ത് അവിടെ നിന്നും മറഞ്ഞു. ഭോജരാജാവ് അത്ഭുതത്തോടെ കഥയിൽ ലയിച്ചു നിൽക്കുകയാണ്. രോഹിണി പറഞ്ഞു, എന്തുപറ്റി ഭോജരാജാവേ? ഞങ്ങളുടെ ചക്രവർത്തിയോളം മഹത്വം അങ്ങേക്കുണ്ടോ എന്ന് അങ്ങ് ചിന്തിക്കുകയാണോ? ചിന്തിക്കണം ഭോജരാജാവേ. അങ്ങേക്ക് ബുദ്ധിയുദിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഭോജരാജാവ് വിഷമത്തോടെ ചടങ്ങുകൾ പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചു. പിറ്റേന്ന് വീണ്ടും സിംഹാസനത്തിലിരിക്കാനായി ശ്രമിച്ച ഭോജരാജാവിനെ 15ാമത്തെ പ്രതിമ ഹരിണി തടഞ്ഞു. മഹാരാജാവേ, എൻ്റെ പേര് ഹരിണി എന്നാണ്. കീർത്തിമാനായ വിക്രമാദിത്യനെ പറ്റി ഞാനൊരു കഥ പറയാം. ഭോജരാജാവ് പുഞ്ചിരിയോടെ ഹരിണിയെ നോക്കി. ഹരിണി പറഞ്ഞു തുടങ്ങി. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഭദ്രസേനൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുരന്ദരൻ എന്നൊരു മകനുമുണ്ടായിരുന്നു. അവൻ ധാരാളിയായിരുന്നു. അച്ഛൻ്റെ പണം മുഴുവൻ ധൂർത്തടിച്ച് അവൻ ജീവിച്ചു. അങ്ങനെ ഭദ്രസേനന് വയസ്സായി. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഭദ്രസേനൻ മകനെ വിളിച്ച് ഉപദേശിച്ചു. മോനെ, നീ ഇങ്ങനെ സമ്പാദ്യം മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവസാനം ജീവിക്കാൻ വഴിയില്ലാതെയാവും. നീ നന്നായി ജീവിക്കുമെന്ന ഉറപ്പോടെ മരിക്കാനാണ് എനിക്കിഷ്ടം. ഇനിയെങ്കിലും ചിലവുകളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുതാ. ഇത് കേട്ട് അവൻ പറഞ്ഞു, അച്ഛാ, പണം ഇങ്ങനെ വെറുതെ ശേഖരിച്ച് വയ്ക്കാനുള്ളതല്ല. അത് നമ്മുടെ ആവശ്യത്തിന് ചിലവഴിക്കേണ്ടതാണ്. ഇത്രയും ധനം സമ്പാദിച്ചു വച്ചിട്ട് അച്ഛൻ അതൊന്നും അനുഭവിക്കാൻ കഴിയാതെ പോയി. എന്താണിതുകൊണ്ട് കാര്യം? അച്ഛൻ ഭയപ്പെടണ്ട. ഇതോർത്ത് ഞാൻ ഒരിക്കലും വിഷമിക്കില്ല. ഭദ്രസേനൻ പിന്നീട് ഒന്നും പറഞ്ഞില്ല. പുരന്ദരൻ വീണ്ടും പണം യഥേഷ്ടം ചിലവഴിച്ചു. ഒടുവിൽ അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയായി. പണമില്ലാതായതോടെ സൗഹൃദങ്ങൾ അവനിൽ നിന്നും അകന്നു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥ പൊരുൾ അവന് മനസ്സിലായത്. മറ്റൊന്നും ചെയ്യാനില്ലാതെ അവൻ നാടുവിട്ടു. ഉജ്ജയിനിയിൽ നിന്നും അകലെയുള്ള ഒരു ഗ്രാമത്തിലെത്തിയ അവൻ
അവിടെയുള്ള ഒരു സത്രത്തിൽ താമസിച്ചു. പാതിരാത്രിയായപ്പോൾ ഒരു അലർച്ച കേട്ട് അവൻ ഞെട്ടി എഴുന്നേറ്റു. ഒരു സ്ത്രീ രക്ഷിക്കണേ എന്ന് വിളിച്ച് കരയുന്നു. പക്ഷേ ആരും അത് ഗൗനിക്കുന്നില്ല. പുരന്ദരൻ അടുത്തുള്ള ഒരാളോട് വിവരം തിരക്കി. ആരോ കരയുന്നത് കേൾക്കുന്നില്ലേ? അതെന്താണെന്ന് നോക്കാതിരിക്കുന്നതെന്താ? ഉറക്കച്ചടവോടെ അയാൾ പറഞ്ഞു. അതോ, അതിവിടെ അടുത്തൊരു ഗുഹയുണ്ട്. അതിനകത്തു നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്. അതിനുള്ളിൽ കയറി നോക്കാനുള്ള ധൈര്യമൊന്നും ഇവിടെ ആർക്കുമില്ല. കയറിയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. അല്ല, ഒരു സ്ത്രീയല്ലേ കരയുന്നത്? കുറഞ്ഞ പക്ഷം അവിടെ പോയി നോക്കുകയെങ്കിലും ചെയ്യണ്ടേ? ഇത് കേട്ട് അപരിചിതൻ പറഞ്ഞു. ജീവനിൽ കൊതിയില്ലെങ്കിൽ പോയി നോക്കിക്കോ ചങ്ങാതി, ഞങ്ങളാരും കൂടെ വരില്ല. പുരന്ദരന് പിന്നീട് ഉറക്കം വന്നില്ല. അവിടെ പോയി നോക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ മെല്ലെ എഴുന്നേറ്റ് ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു. ഒടുവിൽ ഒരു വലിയ ഗുഹയ്ക്കരികിൽ അവൻ എത്തി. പെട്ടെന്ന് സ്ത്രീയുടെ കരച്ചിലിനൊപ്പം ഭീകരമായ ശബ്ദത്തിൽ പൊട്ടിച്ചിരിയും മുരൾച്ചയും കേൾക്കാൻ തുടങ്ങി. അതോടെ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാനുള്ള ധൈര്യം അവനില്ലാതെയായി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പുരന്ദരൻ ആലോചിച്ചു. അവൻ നേരെ നാട്ടിൽ തിരികെ എത്തി. വിക്രമാദിത്യ മഹാരാജാവിനെ വിവരമറിയിച്ചു. കാര്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിനും കൗതുകമായി. വിക്രമാദിത്യൻ പുരന്ദരനോടൊപ്പം യാത്രയായി. പഴയതുപോലെ രണ്ടുപേരും സത്രത്തിൽ താമസിച്ചു. രാത്രിയായപ്പോൾ സ്ത്രീ കരയുന്ന ശബ്ദവും കേട്ടു. ഉടനെ വിക്രമാദിത്യനും പുരന്ദരനും കൂടി ഗുഹയ്ക്കരികിലേക്ക് യാത്ര തിരിച്ചു. അവനെ പുറത്തു നിർത്തി മഹാരാജാവ് ധൈര്യസമേതം അകത്ത് കടന്നു. കുറെ നടന്നപ്പോൾ അദ്ദേഹം അവിടെ ബന്ധനസ്ഥയായ ഒരു യുവതിയെ കണ്ടെത്തി. അദ്ദേഹം അവൾക്കരികിലേക്ക് നടന്നു. അയ്യോ, എൻ്റെ അടുത്തേക്ക് വരല്ലേ, എന്നെ ഒരു രാക്ഷസൻ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അയാളിപ്പോൾ ഇവിടെ ഉണ്ട്. വിക്രമാദിത്യൻ ചോദിച്ചു. രാക്ഷസനോ? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? വിശദമായി പറയൂ. പെട്ടെന്ന് ഭീമാകാരമായൊരു രൂപം അദ്ദേഹത്തിന് നേരെ ചാടി വീണു. വിക്രമാദിത്യൻ തൻ്റെ മന്ത്രവാളെടുത്ത് ആ സത്വത്തെ നേരിട്ടു. അല്പസമയത്തെ യുദ്ധത്തിനൊടുവിൽ രാക്ഷസൻ പരാജയപ്പെട്ടു. വിക്രമാദിത്യൻ ഒട്ടും വൈകാതെ ആ സത്വത്തിൻ്റെ തലയറുത്തു. യുവതി സമാധാനത്തോടെ എഴുന്നേറ്റു. വിക്രമാദിത്യൻ അവളുടെ കൈകളിലെ ചെങ്ങലകൾ അഴിച്ചു. അവൾ അദ്ദേഹത്തോട് തൻ്റെ കഥ പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഏറെ പ്രായമായ ഒരാളായിരുന്നു. അക്കാലത്തെ ചാബല്യത്താൽ ഒരു യുവാവുമായി ഞാൻ പ്രണയത്തിലായി. നിർഭാഗ്യവശാൽ ഒരിക്കൽ ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് ആകെ വിഷമമായി. ഞാൻ അദ്ദേഹത്തെ ചതിച്ചല്ലോ എന്നോർത്ത് മനം നൊന്താണ് അദ്ദേഹം മരിച്ചത്. ആ നിമിഷത്തിൽ അദ്ദേഹം എന്നെ ശപിക്കുകയും ചെയ്തു. ഒരു ഭീകര സത്വം എന്നെ ബന്ധനസ്ഥയാക്കുമെന്നും തടവിൽ പാർപ്പിക്കുമെന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലാന്തരത്തിൽ ധീരനായ ഒരു യോദ്ധാവ് ഇവിടെ എത്തുകയും എന്നെ മോചിപ്പിക്കുകയും ചെയ്യുമെന്ന്. ആ വാക്കുകൾ സത്യമായി. അങ്ങയോട് ഇന്നെനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. വിക്രമാദിത്യൻ പറഞ്ഞു. ശരി, ഇനി ഇവിടെ നിൽക്കണ്ട. ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ്. യുവതി തൊഴുകൈകളോടെ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രഭോ, ഈ ഗുഹയിൽ ഒരു നിധികുംഭമുണ്ട്. അത് കാത്തു സൂക്ഷിച്ചിരുന്ന രാക്ഷസനെയാണ് അങ്ങിപ്പോൾ വധിച്ചത്. ഇനി ആ നിധി അനാഥമാണ്. എന്നെ രക്ഷിച്ചതിന് പകരമായി ദയവായി അത് സ്വീകരിക്കണം. വിക്രമാദിത്യൻ പറഞ്ഞു. ക്ഷമിക്കണം, ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പകരമായി ഞാൻ ഒന്നും വാങ്ങാറില്ല, പ്രത്യേകിച്ചും സ്ത്രീകളിൽ നിന്നും. ആ നിധി നിങ്ങൾ എടുത്തുകൊള്ളുക. തുടർന്നുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടും. യുവതി പറഞ്ഞു. ഇല്ല പ്രഭോ, എൻ്റെ ഭർത്താവിനോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ഇന്നു മുതൽ ഞാനൊരു സന്യാസിനിയായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കിനി സ്വത്തുവകകളൊന്നും ആവശ്യമില്ല. അങ്ങിത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ നിധി എന്താണ് ചെയ്യേണ്ടത് എന്നെങ്കിലും പറഞ്ഞു തരിക. വിക്രമാദിത്യൻ അവളെ സ്വതന്ത്രയാക്കി. ഗുഹയിലെ സ്വത്തുവകകൾ പുറത്തു നിൽക്കുന്ന പുരന്ദരനെ ഏൽപ്പിച്ചു. അവ എങ്ങനെ ചിലവാക്കണമെന്നതിന് അവന് ചില നിർദ്ദേശങ്ങൾ നൽകി. ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നും സ്വത്തുക്കൾ ചിലവഴിക്കാനുള്ളതാണ് എന്നുമുള്ള നിന്റെ ചിന്ത ശരിയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചിലവാക്കുന്നതിൽ ഇരട്ടി സമ്പാദിക്കാൻ ശ്രമിക്കുക. ജീവിതം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഭാവി തലമുറയെ കൂടി മുന്നിൽ കാണുക. അവർക്കൊരു മാതൃകയായി ജീവിക്കുക. പുരന്ദരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനസ്സാവരിച്ചു. ഹരിണി കഥ പറഞ്ഞു നിർത്തി. ഭോജരാജൻ, ഞങ്ങളുടെ മഹാരാജാവിൻ്റെ അത്രയും ദാനശീലവും സഹായ മനസ്കതയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഉദ്യമം തുടരുക. അല്ലെങ്കിൽ ദയവായി തിരിച്ചു പോവുക. ഭോജരാജാവ് അല്പനേരം ചിന്തിച്ചു നിന്നു. അപ്പോഴേക്കും ശുഭമുഹൂർത്തം അവസാനിച്ചു.
അദ്ദേഹം സിംഹാസനാരോഹണ ചടങ്ങുകൾ പിറ്റേന്നത്തേക്ക് മാറ്റി. പിറ്റേന്നും ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. സിംഹാസനത്തിലെ 16ാമത്തെ പ്രതിമ സ്വപ്നമായി സംസാരിച്ചു തുടങ്ങി. ഭോജരാജാവേ, വിക്രമാദിത്യ കഥകൾ കേട്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണങ്ങ്. ഇനിയുമുണ്ട് ഒട്ടേറെ കഥകൾ. എനിക്കറിയാവുന്നത് ഞാൻ പറയട്ടെ, അങ്ങ് കേൾക്കൂ. തീർച്ചയായും, കഴിയുമെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള മുഴുവൻ കഥകളും പറയൂ. ഈ ജീവിതകാലം മുഴുവൻ കഥ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. സ്വപ്നമായി പുഞ്ചിരിയോടെ രാജാവിനെ നോക്കി. അവളും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി.